ഇത് ത്രേസ്യാസ്കറിയ. 107 വയസ്സുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയാണ്. ആളിന്നിപ്പോൾ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല. മരിച്ചിട്ടിന്ന് 1 മാസമായി. അപ്പോൾ 107 വയസ്സുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് പോയി എന്നുപോലെ നമുക്ക് തോന്നുകയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്നല്ലേ എല്ലാവരും പറയാറ്. ശരിയാ, ഇപ്പം നമുക്കിപ്പോൾ അമ്മേനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇപ്പൊ കാണുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പഠിച്ച സ്കൂള്, അത് ഞാനൊക്കെ കുഞ്ഞിലെ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതുപോലെ കാരണന്മാരെ അന്വേഷിക്കുമ്പം ദൈവം ഒത്തിരി അനുഗ്രഹം തരും നമുക്ക്. നമ്മുടെ കാരണന്മാർക്ക് സന്തോഷം കൊടുക്കുന്നവരായിട്ട് കേട്ടോ. അതിന് ഈ അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുവന്നേ കേട്ടോ. അമ്മച്ചിക്ക് സന്തോഷമുള്ള എന്തുകൊണ്ടാന്ന് ചോദിച്ചേ, അമ്മച്ചിയുടെ മക്കളും കുഞ്ഞുമക്കളും എല്ലാം കൂടെ അവർക്ക് അമ്മച്ചിക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടാവും. അപ്പം പിള്ളേരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് അവര് അമ്മയുടെ അടുത്ത് ചോദിച്ചൊരു പാട്ട് പാടി തരുമെന്ന്. അപ്പോൾ എപ്പോഴത്തെയും പോലെ അമ്മയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് അമ്മ പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല, അത് ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഞാൻ അമ്മേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെ ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അമ്മേനെക്കുറിച്ച് കുറേ നല്ല ഓർമ്മകളുണ്ട്. പിന്നെ കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ. പക്ഷെ അന്നൊക്കെ ആണെങ്കിലും അന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ. ഇപ്പം എല്ലാവരും പറയും അമ്മേനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഗുഡ്നസ് ടിവിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയും 107 വയസ്സ്, അന്ന് അമ്മയ്ക്ക് 102 വയസ്സായിരുന്നു. അപ്പോൾ 102 വയസ്സുള്ള അമ്മച്ചിയുടെ കൂടെ ജീവിക്കുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്ത് ഭാഗ്യവതികളാണ്. ശരിയായിരുന്നു, അന്നൊന്നും അത് നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായില്ല. അന്ന് നമ്മളെ അമ്മ വഴക്ക് പറയും, അപ്പം നമ്മൾ അമ്മേനെ തിരിച്ചു വഴക്ക് പറയും. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയില്ലാത്തതിൻ്റെ ആ ഒരു വിഷമവും. ഇപ്പം ആ റൂമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഇതിങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മേനെ കാണാനായിട്ട് വരുന്നതും പ്രായമായിട്ടുള്ള ആളായത് കാരണം അങ്ങനെ കാണാൻ വരുന്നതും ഒക്കെയാണ്. ഇതാണ് അമ്മയുടെ പാട്ട് കേട്ടോ. ആരും തന്നെ കേട്ടിട്ടില്ല. നിറമുറന്ന് ആനന്ദപുപ്പാൻ അതുപോലെ നമ്മ വത്തിട്ടുണ്ട്. അന്ന് മനോ എടുത്ത് നിരന്തരമ്മയായി വന്നില്ല. എന്താ പറയാ കേളുക എൻ്റെ കാര്യം തന്നെ പാട്ട്. അപ്പൊ അമ്മ പാട്ടിൽ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ പ്രയാസങ്ങളും നീക്കി എൻ്റെ കാര്യം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കേട്ടില്ലേ. അപ്പൊ അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ഒരു മധ്യസ്ഥയായിട്ട് അമ്മ സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും എല്ലാം അമ്മ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെന്താ, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചെറുപ്രായത്തിൽ തന്നെ ചാച്ചൻ മരിച്ചു. ഞങ്ങളൊന്നും ചാച്ചനെ കണ്ടിട്ട് പോലില്ല. ചാച്ചനെയൊക്കെ ഉള്ളത് ഞങ്ങളുടെ അമ്മ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പപ്പയ്ക്ക് പോലും ഇല്ല. പപ്പയ്ക്കൊക്കെ 1.5 വയസ്സുള്ളപ്പോഴാണ് ചാച്ചൻ മരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പപ്പയ്ക്ക് 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പപ്പായെയും എല്ലാ മക്കളെയും 4 മക്കളെയും വളർത്തി വലുതാക്കി. പിന്നെ ഞങ്ങളുടെ കൊച്ചുമക്കളുടെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ മക്കളുടെയൊക്കെ ആണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അവസാനം എൻ്റെ ഇളയ മോനൊക്കെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവനെ കിടക്കുന്നൊക്കെ സമയത്ത് അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
അമ്മ അവിടെ നോക്കിയിരുന്നോളുമായിരുന്നു, കാവലിരുന്നോളുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു കാവലായിട്ട് തണലായിട്ട് അമ്മ സ്വർഗത്തിലിരുന്ന് ഈശോയുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അമ്മയ്ക്ക്.